إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് വച്ച് നരകം കൊണ്ടുവരപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ, ആ ദിവസം മനുഷ്യന് എല്ലാം ഓർമ്മ വരും. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. സൂറത്തുൽ ഫജ്റിന്റെ 23-ാമത്തെ ആയത്ത്. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗത്തെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുണ്ടായിരിക്കും. മഅ കുല്ലി സിമാമിൻ 70,000 മലകിൻ യുജറൂനഹാ, അതിൻ്റെ ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ
70,000 വീതം മലക്കുകളും ഉണ്ടാകും. അഥവാ 70,000 കടിഞ്ഞാണിലെ ഓരോന്നിലും 70,000 വീതം അതിശക്തരായ മലക്കുകൾ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുള്ളത്. സ്വഹീഹ് മുസ്ലിമിലെ 2842 ഹദീസാണ്. നരകത്തിന്റെ ആഴത്തെ സംബന്ധിച്ചും അതിന്റെ വലുപ്പത്തെ സംബന്ധിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മെ അറിയിക്കുന്നുണ്ട്. കത്തിജ്വലിക്കുന്ന ശിക്ഷയുടെ കേന്ദ്രമായ ഏറ്റവും മോശമായ താവളവും പാർപ്പിടവുമായ നരകം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ രക്ഷ തേടിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളിലൊന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള വിഷയമാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തീയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീക്കിത്തരയണമേ. തീർച്ചയായും അതിന്റെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അത് വളരെ മോശമായ താവളവും പാർപ്പിടവുമാകുന്നു എന്നാണ്. ആ നരകത്തിന്റെ ആഴത്തെ സംബന്ധിച്ചും വലുപ്പത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ശിക്ഷയുടെ ഗൗരവം തിരിച്ചറിയാൻ അത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകക്കാരുടെ വലുപ്പത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മാ ബൈന മൻകിബിൽ കാഫിർ മസീറത്തു 3 അയ്യാമിൻ ലിറാകിബിൽ മുസ്രിഅ. അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ ആ കാലത്ത് ഏറ്റവും വേഗതയിൽ യാത്രക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനമെന്ന് പറയുന്നത് കുതിരകളാണ്. അങ്ങനെയുള്ള 3 ദിവസം തുടർച്ചയായി അതിശീഘ്രം കുതിരപ്പുറത്തൊരാൾ എത്ര ദൂരം യാത്ര ചെയ്യുന്നുണ്ടോ അത്രയും ദൈർഘ്യമുണ്ട് നരകക്കാരന്റെ 2 ചുമലുകൾക്കിടയിലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ 6581 ഹദീസാണ്. ളിർസുൽ കാഫിർ ഔ നാബുൽ കാഫിർ മിസ്ലു ഉഹദിൻ വഇലദു ജിൽദിഹി മസീറത്തു 3. നരകക്കാരന്റെ മോണ അല്ലെങ്കിൽ തേറ്റ എന്ന് പറയുന്നത് അവന്റെ പല്ലിന്റെ വലിപ്പം മിസ്ലു ഉഹദിൻ, ഉഹുദ് മല പോലെയാകുന്നു. അത്രയും വലുപ്പമുണ്ടായിരിക്കും. വഇലദു ജിൽദിഹി, അവന്റെ തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് മസീറത്തു 3, 3 ദിവസത്തെ യാത്രാ ദൂരമുണ്ട്. അത്രയും കട്ടിയുള്ള തൊലികളായിരിക്കും നരകക്കാർക്കുണ്ടാവുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര കട്ടിയുള്ള തൊലി അവർക്ക് നൽകുന്നത്? അല്ലാഹു തആല സൂറത്തുൽ നിസാഇന്റെ 46-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറ. തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാരാണോ, നിഷേധിക്കുന്നവരാരാണോ അവരെ നാം വഴിയെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ ഓരോ തൊലികൾ ഉരുകുമ്പോഴും അവർക്ക് നാം പകരം മറ്റു തൊലികൾ നൽകും. ലിയദൂഖുൽ അദാബ്, അവർക്ക് ശിക്ഷ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു എന്നാണ്. ഇത്രയും കട്ടിയുള്ള 3 ദിവസത്തെ യാത്രാ ദൂരമുള്ള അത്രയും കട്ടിയുള്ള തൊലി നരകക്കാർക്ക് നൽകുന്നത് അവർ നരകത്തിന്റെ ശിക്ഷ ശരിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, നരകത്തി അവരുടെ ശരീരത്തിൽ പടർന്നു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും വലുപ്പമുണ്ട് നരകക്കാർക്ക് എന്നുള്ളതാണ്. മാത്രവുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നുണ്ട്, നരകത്തിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള
സ്ഥലത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. നരകക്കാരന്റെ സീറ്റിന്റെ വലുപ്പം. വഇന്ന മജ്ലിസഹു ഫീ ജഹന്നമ കമാ ബൈന മക്കത വൽ മദീന. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന അത്രയും ദൂരമാണ് നരകക്കാരന്റെ മജ്ലിസ്, ഇരിപ്പിടത്തിന്റെ ദൈർഘ്യമെന്നാണ്. അപ്പൊ നരകക്കാരൻ എത്ര വലുപ്പം ഉണ്ടായിരിക്കും? കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണത്. ഇങ്ങനെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ, ജിന്നുകൾ, അവരൊക്കെ നരകത്തിന്റെ വിറകുകളാണ്. 1000 ആളുകളിൽ നിന്ന് 999 ആളുകൾ നരകത്തിൽ പോകുമ്പോ ഒരാൾ മാത്രമായിരിക്കും സ്വർഗത്ത് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയാണെങ്കിൽ, ഉമ്മത്താണെങ്കിൽ 100ൽ 99 ആളുകൾ നരകത്തിൽ പോകുമ്പോ ഒരാളായിരിക്കും സ്വർഗത്തിൽ പോവുക. ധാരാളം ആളുകൾ നരകത്തിലായിരിക്കും. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും ജിന്നുകളെയും നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നവർ നരകത്തിൽ പോവാൻ കാരണം, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ കൃത്യമായി അല്ലാഹു കാണാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവർ കണ്ണോടിക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് പക്ഷേ നല്ലത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഉലൈക കൽ അൻആം, കന്നുകാലികളെ പോലെയാകുന്നു അവർ. ബൽഹും അദൽ, അല്ല, അവരാണ് ഏറ്റവും വഴിപിഴച്ചവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരുമാകുന്നു. സൂറത്തുൽ അറാഫിന്റെ 179 ആയത്താണ്. അപ്പൊ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ, ജിന്നുകൾ നരകത്തിലാണ്. അതിലെ ഒരാളെ വലുപ്പമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എത്രയോ കോടിക്കണക്കിന് ആളുകൾ, സ്വർഗക്കാരുടെ എത്രയോ ഇരട്ടി നരകക്കാരുണ്ടാകും. ഓരോ ആളുടെ വലുപ്പാണ് പറഞ്ഞത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന അത്രയും ദൂരമാണ് എന്നാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, മനുഷ്യന്മാരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നാം നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. സൂറത്തു സജ്ദയിലെ 13-ാമത്തെയും ഹൂദിലെ 119-ാമത്തെയും ആയത്താണ്. മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല നരകത്തിലുള്ളത്. ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ, മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന നരകത്തീയെ നിങ്ങൾ സൂക്ഷിക്കുക, നിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടതാകുന്നു അത്. സൂറത്തുൽ ബഖറയിൽ 24-ാമത്തെ ആയത്താണ്. കല്ലുകൾ നരകത്തിലെ ഇന്ധനങ്ങളാണ്. സാധാരണ നമ്മൾ തീ കത്തിച്ചാൽ കല്ലുകൾ കത്താതെ അവിടെ അവശേഷിക്കുമെങ്കിൽ, നരകത്തിലെ ഇന്ധനമാണ് കല്ലുകൾ എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദ്, അതിന്റെ മേൽനോട്ടത്തിലുള്ള മലക്കുകൾ ശക്തന്മാരും പ്രബലന്മാരുമാകുന്നു. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹ് അവരോട് കൽപ്പിച്ചത് അവർ ധിക്കരിക്കുകയില്ല. എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് കൃത്യമായി അവർ പ്രവർത്തിക്കുന്നതാണ്. സൂറത്തു തഹരീമിന്റെ 6-ാമത്തെ ആയത്താണ്. അപ്പൊ മനുഷ്യന്മാർ, മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ, ജിന്നുകൾ, കല്ലുകൾ, അത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, വസ്തുക്കൾ, അതൊക്കെ നരകത്തിലായിരിക്കും. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. അല്ലാഹു പറയുന്നു, നിങ്ങളും, നിഷേധികളോട് പറയാം, നിങ്ങളും അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരാധിച്ചതെല്ലാം അവരെല്ലാം നരകത്തിന്റെ വിറകുകളായിരിക്കും, നിങ്ങളൊക്കെ അവിടെ വരുന്നവരായിരിക്കും. സൂറത്തുൽ അംബിയായിലെ 98-ാമത്തെ ആയത്താണ്. സൂര്യനും ചന്ദ്രനും നരകത്തിൽ
ഉണ്ടായിരിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. കല്ലല്ലാന്റെ സൃഷ്ടിയാണ്, അതുപോലെ മറ്റൊരു സൃഷ്ടിയാണ് സൂര്യൻ, ചന്ദ്രനൊരു സൃഷ്ടിയാണ്. എന്തിനാണ് അവയെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്? ആ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചവർക്കുള്ള അപമാനമായിക്കൊണ്ട് എന്നൊക്കെ കാണാം. സൂര്യനും ചന്ദ്രനും നരകത്തിൽ 2 പശുക്കുട്ടികളുടെ അത്ര മാത്രമേ വലുപ്പമുണ്ടാകൂ എന്ന് ചില റിപ്പോർട്ടിൽ കാണാം. ഇന്ന ശംസ വൽ ഖമറ സൗറാനി മുകവ്വിറാനി ഫിന്നാരി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സൂര്യനും ചന്ദ്രനും 2 കാളക്കുട്ടികളുടെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ എന്നാ നരകത്തിൽ. അഥവാ നരകത്തിന്റെ അത്രയും വലുപ്പമാണ് നമ്മളെ അറിയിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ മാത്രം വ്യാപ്തി സൂര്യനുണ്ട് എന്നാണെങ്കിൽ അതൊക്കെ നരകത്തിലൊരു ചെറിയ കാളക്കുട്ടിന്റെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. അത്രയും വിശാലമാണ് നരകമെന്ന് പറയുന്നത്. വിശാലമെന്ന് പറയുമ്പോൾ നരകത്തിൽ നല്ല സൗകര്യമുണ്ട് എന്നാലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത്രയും വിറകുകൾ നരകത്തിലുണ്ടെങ്കിലും നരകം അല്ലാഹുവിനോട് ചോദിക്കും, ഇനിയും വല്ലതുമുണ്ടോ എന്ന്. അല്ലാഹു തആല പറയുന്നു, യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅത്. അന്ന് നാം നരകത്തിനോട് ചോദിക്കും, നരകമേ നീ നിറഞ്ഞോ? വതഖൂലു ഹൽ മിൻ മസീദ്. നരകം തിരിച്ചു പറയും, അല്ലാഹുവേ കൂടുതൽ വല്ലതുമുണ്ടോ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാല് നരകത്തിന് മുകളിലേക്ക് വെക്കുമ്പോ ആ നരകം ഖത്ത് ഖത്ത് മതി എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുങ്ങും എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നരകത്തിൽ മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും ജിന്നുകളും കല്ലുകളും അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ട വസ്തുക്കളും ഒക്കെ ഉണ്ടായിട്ടും നരകത്തിന് മതിയാകുന്നില്ല. അത്രയും വലുപ്പമുള്ളതാകുന്നു നരകമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ശബ്ദം കേട്ടു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഇത് സമിഅ വജ്ബതൻ, അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, തദ്റൂന മാ ഹാദാ, എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറയാണ്, കുല്ല, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. ഖാല, നബി പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. ഈ ശബ്ദം ഒരു കല്ലിന്റെ ശബ്ദമാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട കല്ലാണത്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആൻ ഹത്ത ഇൻതഹ ഇലാ ഖഅരിഹ. ഇതുവരെ അതിങ്ങനെ ആ നരകത്തിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഇപ്പോഴാണത് അവിടെ എത്തിയത് എന്നാണ്. ഇന്നൊരു കല്ല് നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ജനിച്ച കുട്ടിക്ക് 70 വയസ്സാകണം ആ കല്ല് താഴെത്തണമെങ്കിൽ. ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊരു കല്ല് നമ്മൾ താഴെട്ടാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കല്ല് താഴേക്കെത്തുമെങ്കിൽ 70 വർഷം ഒരു കല്ല് നിലത്തോട്ട് പതിച്ചാൽ എത്ര ദൂരത്തെത്തുമോ അത്രയും ആഴമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ പറ്റി പറയുമ്പോ, പ്രിയമുള്ളവരെ, ഒരിക്കലും നരകാവകാശികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ തേടുക. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് നരകത്തിൻ്റെ ആഴവും അതിൻ്റെ വലുപ്പവും അവിടുത്തെ ശിക്ഷയും അതിൻ്റെ ഭീകരതയുമൊന്നും
നമ്മൾ കണക്കാക്കിയതിനേക്കാൾ എത്രയോ വലുതാണ് എന്നുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ അത് തെറിപ്പിച്ചുകൊണ്ടിരിക്കും. കഅന്നഹു ജിമാലത്തുൻ സുഫുർ, മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുന്നത് പോലെ നിനക്ക് തോന്നിപ്പോകുമെന്നാണ്. നരകത്തിന്റെ തീയല്ല പറഞ്ഞത്, തീപ്പൊരികൾ പോലും കൊട്ടാര സമാനമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുമ്പോൾ പ്രിയമുള്ളവർ, അതിൻ്റെ ഒരു ഭയാനകത എത്രയാണ്. ഇങ്ങനൊക്കെയാണെങ്കിലും നരകക്കാർക്ക് യാതൊരു സൗഖ്യവും ഉണ്ടാവുകയില്ല. വിശാലമാണ്, ഒരുപാട് സൗകര്യമുണ്ട് എന്നാലും തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു തആല പറഞ്ഞു, വൈദാ ഉൽഖൂ മിൻഹാ മകാനൻ ളയ്യിഖൻ മുഖറനീന ദഅൂ ഹുനാലിക സുബൂറാ, വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ നിർബന്ധിപ്പിച്ചവരെ ഇടും. അവർ ഞങ്ങളുടെ നാശമേ എന്ന് ആർത്തട്ടഹസിക്കും. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ വദ്ഉ സുബൂറൻ കസീറാ, അവരോട് പറയപ്പെടും, ഒരു പ്രാവശ്യമല്ല ധാരാളം നിങ്ങൾ ഞങ്ങളുടെ നാശമേ എന്ന് വിളിക്കൂ എന്നാണ്. തൂണുകളിൽ ബന്ധിച്ച് കമ്പികളിൽ കോർക്കപ്പെട്ട രൂപത്തിലൊക്കെ അവിടെ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നരകത്തിൽ ഒരു നിലക്കുമുള്ള ആശ്വാസം ഉണ്ടാവുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ശിക്ഷയിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല. മരണമില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ മരണമില്ല, എന്നാൽ സുഖകരമായ ഒരു ജീവിതവും അവിടെ ഉണ്ടാവുകയില്ല. ദുഃഖങ്ങൾ അവസാനിക്കാതെ, വേദനകൾ അവസാനിക്കാതെ, എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിന്മേൽ പ്രയാസമായിരിക്കും. അവരോടുള്ള വാക്ക് പോലും ഫദൂഖൂ, നിങ്ങൾ ആസ്വദിക്കുക, ഫലൻ യസീദക്കും ഇല്ലാ അദാബ, ശിക്ഷയല്ലാതെ നിങ്ങൾക്കൊന്നും ഇവിടെ വർദ്ധിപ്പിക്കുകയില്ല എന്ന വാക്കായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നരകത്തിൽ നിന്ന് റബ്ബിനോട് നമ്മൾ കാവൽ തേടണം. ഒരു കാരക്കച്ചീട് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഏതൊരു നന്മയും നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമാണ്. ഏതൊരു തിന്മയും നരകത്തിലേക്ക് നയിക്കുന്നതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിലെ നിന്ന് അകറ്റുന്നതുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അധ്യാപനങ്ങൾ കൃത്യമായി കൊണ്ട് പാലിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കർമ്മങ്ങളിൽ നിരതരാകുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.